Hello students, welcome back to Plus 2 Economics Online Classroom. Theory of Consumer Behavior ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂസ് സെഷൻ ആയിട്ട് തന്നെയാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9, 3 മാർക്കിനുള്ള 9ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇൻഡിക്കേറ്റ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോവിങ് സിറ്റുവേഷൻസ് വെദർ ഇറ്റ് വുഡ് ഷിഫ്റ്റ് ദി ഡിമാൻഡ് കർവ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. താഴെ തന്നിരിക്കുന്ന അവസ്ഥകൾ ചോദനവക്രത്തെ മുകളിലേക്കാണോ താഴേക്കാണോ ഉയർത്തുന്നതെന്ന് തിരിച്ചറിയുക. ഓക്കെ, ഇവിടെ ചോദ്യം ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഡിമാൻഡ് കർവിൻ്റെ ഷിഫ്റ്റിനെ കുറിച്ച്, ചോദനവക്രത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയായിരുന്നു? അപ്വേർഡ് ഷിഫ്റ്റ്, അതുപോലെ ഡൗൺവേർഡ് ഷിഫ്റ്റ്, വലതുവശത്തേക്ക് അല്ലെങ്കിൽ മുകളിലോട്ടുള്ള മാറ്റം, അതുപോലെ ഇടതുവശത്തേക്ക് അല്ലെങ്കിൽ താഴോട്ടുള്ള മാറ്റം. രണ്ട് മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ 6 സിറ്റുവേഷൻസ്, 6 സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ സാഹചര്യങ്ങളിലും എപ്രകാരമാണ് ചോദനവക്രത്തിൽ മാറ്റമുണ്ടാകുന്നത്, ആ ഷിഫ്റ്റ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഓർ അപ്വേർഡ് ഷിഫ്റ്റ് ആണോ അതോ ഡൗൺവേർഡ് ഷിഫ്റ്റ് ഓർ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ആണോ എന്ന് പറയാനാണ് ഈ ചോദ്യം. ഓക്കെ, സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഒന്നാമത്തെ സാഹചര്യം, ദി പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫാൾസ്. പ്രതിസ്ഥാപന വസ്തുവിൻ്റെ വില കുറയുന്നു. സെക്കൻഡ്, കൺസ്യൂമേഴ്സ് ഇൻകം ഇൻക്രീസസ്. ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നു. തേർഡ്, ദർ ഈസ് സഡൻ റൈസ് ഇൻ പോപ്പുലേഷൻ. ജനസംഖ്യാ നിരക്ക് കൂടുന്നു. ഫോർത്ത്, കോംപ്ലിമെന്ററി ഗുഡ്സ് ബിക്കം മോർ എക്സ്പെൻസീവ്. പൂരക വസ്തുവിൻ്റെ വില കൂടുന്നു. ഫിഫ്ത്ത്, ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ഫർദർ ഫാൾ ഇൻ പ്രൈസ്. വില കുറയും എന്നുള്ള പ്രതീക്ഷ. സിക്സ്ത് വൺ, ന്യൂ ചീപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദി കമോഡിറ്റി അപ്പിയർ ഇൻ ദി മാർക്കറ്റ്. വില കുറഞ്ഞ പൂരക വസ്തുക്കൾ കമ്പോളത്തിൽ എത്തുന്നു. ഇത്രയാണ് 6 സിറ്റുവേഷൻസ്, 6 സാഹചര്യങ്ങൾ. ഇനി ഇതിൽ ഓരോ സിറ്റുവേഷനും അത് എങ്ങനെയാണ് ചോദനവക്രത്തിൽ ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത്, എന്ത് തരം ഷിഫ്റ്റ് ആണ് ഉണ്ടാവുന്നത്, അത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആൻസറിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു? ദി പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫാൾസ്. പ്രതിസ്ഥാപന വസ്തുവിൻ്റെ വില കുറയുന്നു. വി നോ ദാറ്റ് ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഫോർ ദി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. പ്രതിസ്ഥാപന വസ്തുക്കളുടെ വിലയും ചോദനവും തമ്മിൽ നേരിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പോസിറ്റീവ് ബന്ധമാണുള്ളത് അല്ലേ? അതായത് പ്രതിസ്ഥാപന വസ്തുക്കളിൽ ഒന്നിൻ്റെ വില വർദ്ധിച്ചാൽ മറ്റേ വസ്തുവിൻ്റെ ചോദനം കൂടുന്നു. നേരെ തിരിച്ചും അല്ലേ? പോസിറ്റീവ് റിലേഷൻ ആണ്, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കിക്കേ, ഡയറക്റ്റ് റിലേഷൻ, നേരിട്ടുള്ള ബന്ധം, പോസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ ഇവിടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിസ്ഥാപന വസ്തുവിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിമാൻഡും കുറയും അല്ലേ? ഇവ രണ്ടും തമ്മിൽ പോസിറ്റീവ് ബന്ധമാണുള്ളത്, നേരിട്ടുള്ള ബന്ധമാണുള്ളത്. ഒന്ന് കുറഞ്ഞാൽ മറ്റേതും കുറയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഡിമാൻഡ് കർവിന്? ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ഡൗൺവേർഡ് അല്ലെങ്കിൽ താഴോട്ട് മാറുന്നു. ഓക്കെ ആണോ? സിമ്പിളായിട്ട് കിട്ടി. ആദ്യം എന്തറിയണം? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണെന്ന് അറിയണം. അവിടെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയണം. ഈ 2 കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഷുവറായിട്ട്, സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ.
രണ്ടാമത്തെ സാഹചര്യം എന്തായിരുന്നു? കൺസ്യൂമേഴ്സ് ഇൻകം ഇൻക്രീസസ്. ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? യെസ്, ഷിഫ്റ്റ് അപ്വേർഡ് ഓർ റൈറ്റ്വേർഡ്, മുകളിലോട്ട് അല്ലെങ്കിൽ വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് അപ്വേർഡിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് മാറുന്നു. ഓക്കെ, ദെൻ തേർഡ് സിറ്റുവേഷൻ എന്തായിരുന്നു? ദർ ഈസ് സഡൻ റൈസ് ഇൻ പോപ്പുലേഷൻ. ജനസംഖ്യാ നിരക്ക് കൂടുന്നു. ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? അല്ലെ, ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആളുകളുടെ ആവശ്യങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു അല്ലെ. അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡും വർദ്ധിക്കുന്നു. ദാറ്റ് ഈസ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് അപ്വേർഡ്, മുകളിലേക്ക് മാറുന്നു. ക്ലിയർ ആണല്ലോ, സിമ്പിൾ ആണ്. അടുത്ത സിറ്റുവേഷൻ എന്തായിരുന്നു? കോംപ്ലിമെന്ററി ഗുഡ്സ് ബിക്കം മോർ എക്സ്പെൻസീവ്. പൂരക വസ്തുവിന്റെ വില കൂടുന്നു. കോംപ്ലിമെന്ററി ഗുഡ്സ്, പൂരക വസ്തുക്കൾ. അവിടെ നമുക്കറിയാം ദർ ഇസ് എ ഇൻഡയറക്റ്റ് ഓർ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കോംപ്ലിമെന്ററി ഗുഡ് അല്ലെ. അതായത് പൂരക വസ്തുക്കളുടെ വിലയും ചോദനവും തമ്മിൽ വിപരീത ബന്ധമാണ് ഉള്ളത്. വിപരീത ബന്ധമാണ് ഉള്ളത്. പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. എന്താണ് ഈ സിറ്റുവേഷൻ? കോംപ്ലിമെന്ററി ഗുഡിന്റെ വില വർദ്ധിക്കുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് റിലേഷൻ എന്തായിരിക്കും? ഡിമാൻഡ് കുറയും. എന്ന് വെച്ചാൽ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ഡൗൺവേർഡ്, താഴേക്ക് മാറുന്നു. ക്ലിയർ ആണല്ലോ? ആ റിലേഷൻ പഠിച്ചു വെക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്, സാധാരണ വസ്തുക്കൾ, തരം താണ വസ്തുക്കൾ, കോംപ്ലിമെന്ററി ഗുഡ്സ്, പൂരക വസ്തുക്കൾ, അതുപോലെ പ്രതിസ്ഥാപന വസ്തുക്കൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം റിലേഷൻഷിപ്പും പഠിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ എന്തായിരുന്നു? ന്യൂ ചീപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദി കൊമോഡിറ്റി അപ്പിയേഴ്സ് ഇൻ ദി മാർക്കറ്റ്. വില കുറഞ്ഞ പൂരക വസ്തുക്കൾ കമ്പോളത്തിൽ എത്തുന്നു. വില കുറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പ്രതിസ്ഥാപന വസ്തുക്കൾ. വില കുറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ, പ്രതിസ്ഥാപന വസ്തുക്കളുടെ ഡിമാൻഡിന് എന്ത് മാറ്റം സംഭവിക്കും? യെസ്, വില കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡും കുറയും. പോസിറ്റീവ് റിലേഷൻ ആണുള്ളത് അല്ലെ, നേരിട്ടുള്ള ബന്ധമാണുള്ളത്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ഡൗൺവേർഡ്, താഴേക്ക് മാറുന്നു. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്തായിരുന്നു? ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഫർദർ ഫാൾ ഇൻ പ്രൈസ്. വില കുറയും എന്നുള്ള പ്രതീക്ഷ. എന്ന് വെച്ചാൽ ആളുകൾ, ഓരോ കൺസ്യൂമേഴ്സും എന്ത് വിചാരിക്കുന്നു? ഫ്യൂച്ചറിൽ, ഭാവിയിൽ വില കുറയാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ അറ്റ് പ്രസന്റ്, നിലവിലത്തെ സിറ്റുവേഷനിൽ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കോ? ഇല്ല. എല്ലാവരും എന്ത് വിചാരിക്കുന്നു? ഭാവിയിൽ അതിന് വില കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങിക്കാന്ന് വിചാരിക്കും. അതുകൊണ്ട് ആരും ഈ ഒരു സിറ്റുവേഷനിൽ നിലവിൽ ഒന്നും വാങ്ങാതിരിക്കും. എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കുറഞ്ഞു എന്നർത്ഥം അല്ലേ. എല്ലാവരും ഭാവിയിലേക്ക് വാങ്ങാൻ നിൽക്കുവാണ്, വില കുറയുമ്പോൾ വാങ്ങാൻ നിൽക്കുവാണ്. നിലവിലെ വിലയിൽ ആരും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കുറഞ്ഞു എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ഡൗൺവേർഡ്, താഴേക്ക് മാറുന്നു. സിമ്പിൾ ആണല്ലോ, കിട്ടി. അപ്പോൾ ഈ 6 സിറ്റുവേഷനിലെയും ഡിമാൻഡ് കർവിന്റെ ഷിഫ്റ്റ് എന്താണെന്ന് പഠിച്ചു. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10, 3 മാർക്കിനുള്ള 10ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ക്ലാസിഫൈ ദി ഫോളോവിങ് ഗുഡ്സ് ഇൻ ടു ബേസ്ഡ് ഓൺ ദെയർ ഇലാസ്റ്റിസിറ്റി. താഴെ തന്നിരിക്കുന്നവ ഇലാസ്തികതയുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുക. ഇവിടെ കുറച്ച് ഗുഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനെ ഇലാസ്റ്റിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഇലാസ്തികതയുടെ അടിസ്ഥാനത്തിൽ
കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പട്ടികപ്പെടുത്തുക. ഗുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. പെട്രോള്, മെഡിസിൻ മരുന്നുകൾ, ടൊമാറ്റോസ് തക്കാളി, കാർ, ഗാർമെന്റ്സ് എന്ന് വെച്ചാൽ ആഭരണങ്ങൾ, സാൾട്ട് ഉപ്പ്. ഇത്രയാണ് ഗുഡ്സ്. ഇതിനെ ഇലാസ്റ്റിസിറ്റിയുടെ ബേസിൽ, ഇലാസ്തികതയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്തിക ചോദനമെന്നും ഇലാസ്തികമല്ലാത്ത ചോദനം എന്നീ രണ്ട് കോളങ്ങളാക്കി തിരിച്ചുകൊണ്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്തിക ചോദനം എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്തികമല്ലാത്ത ചോദനം എന്താണെന്നും അറിയാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം. ഇലാസ്റ്റിക് ഡിമാൻഡിൽ കീഴിൽ വരുന്ന കാര്യങ്ങൾ, ഗുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ടൊമാറ്റോസ് തക്കാളി, ദെൻ ഗാർമെന്റ്സ് ആഭരണങ്ങൾ, ദെൻ കാറ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കാൻ കാരണം? സിമ്പിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വേണം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, വില ഇലാസ്തികത, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. വില ഇലാസ്തികതയെ നിർണയിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെ ഒരു ഡിറ്റർമിനന്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതിൻ്റെ ഇലാസ്റ്റിസിറ്റി വിൽ ബി മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. പ്രതിസ്ഥാപന വസ്തുക്കളുടെ ഇലാസ്തിക ചോദനം കൂടുതലായിരിക്കും, അഥവാ ഇലാസ്തിക ചോദനമായിരിക്കും. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അല്ലാത്ത സാധനങ്ങളുടെ ഇലാസ്റ്റിസിറ്റി വിൽ ബി ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് പ്രതിസ്ഥാപന വസ്തുക്കൾ അല്ലാത്ത വസ്തുക്കളുടെ ഇലാസ്തിക ചോദനം കുറവായിരിക്കും, അല്ലെങ്കിൽ ഇലാസ്തികമല്ലാത്ത ചോദനമായിരിക്കും. ഓക്കെ, ഇവിടെ ടൊമാറ്റോ തക്കാളി, അതുപോലെ ആഭരണങ്ങള്, കാറ്, ഇവ മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് അല്ലെ, പ്രതിസ്ഥാപന വസ്തുക്കളാണ്. ടൊമാറ്റോ തക്കാളി ഒരു പ്രതിസ്ഥാപന വസ്തുവാണ്. ദെൻ ആഭരണങ്ങൾ പ്രതിസ്ഥാപന വസ്തുവാണ്. ദെൻ കാറ് പ്രതിസ്ഥാപന വസ്തുവാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ടൊമാറ്റോയ്ക്ക് പകരം നമുക്ക് ആ ഒരു ഫ്ലേവറിൽ വരുന്ന വേറെയും വെജിറ്റബിൾസ് ഉണ്ട്. അതുപോലെ ആഭരണങ്ങൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഇന്ന ഗാർമെന്റ്സ്, ഇന്ന മെറ്റൽ എന്ന് പറഞ്ഞിട്ടില്ല. ആഭരണങ്ങൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിലും വെറൈറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പ്രതിസ്ഥാപന വസ്തുക്കളുണ്ട്. ദെൻ കാറിനും എന്തുണ്ട്, ഒരുപാട് വെഹിക്കിൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുണ്ട് അല്ലെ, പകരമായിട്ട് ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഇലാസ്തിക ചോദനം കൂടുതലായിരിക്കും, അഥവാ ഇലാസ്തിക ചോദനമായിരിക്കും, ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്, നോട്ട്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഇവ മൂന്നും ഇതിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി നോക്കിക്കേ, പെട്രോള്, മെഡിസിൻ, സാൾട്ട് അഥവാ ഉപ്പ്, ഇവ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇവിടെയും ഒരു കാര്യം പഠിച്ചിരുന്നു, ഇവ മൂന്നും നെസസറി ഗുഡ് ആണ് അല്ലെ, അവശ്യ വസ്തുവാണ്. അവശ്യ വസ്തുക്കളുടെ ഇലാസ്തിക ചോദനം കുറവായിരിക്കും അല്ലെ, അഥവാ ഇലാസ്തികമല്ലാത്ത ചോദനമായിരിക്കും, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാറ്റേണിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് അത് ഉത്തരം എഴുതാൻ സാധിക്കണമെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, വില ഇലാസ്തികതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. 3 മാർക്കിനുള്ള അടുത്ത ചോദ്യമാണ്. കാറ്റഗറൈസ് ദി ഫോളോവിങ് ഇൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെന്ററീസ്. താഴെ തന്നിരിക്കുന്നവയെ പൂരക വസ്തുക്കൾ, പ്രതിസ്ഥാപന വസ്തുക്കൾ എന്നിങ്ങനെ തരംതിരിക്കുക. അതായത് താഴെ കുറച്ച് ഗുഡ്സ് തന്നിട്ടുണ്ട്, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, അതുപോലെ
കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന 2 കോളങ്ങളായിട്ട് വേർതിരിച്ച് എഴുതുക. അതാണ് ചോദ്യം. ഗുഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ വായിക്കുന്നു. കോഫി ആൻഡ് ടീ, കോഫിയും ചായയും, പെൻ ആൻഡ് ഇങ്ക്, പേനയും മഷിയും, ബ്രെഡ് ആൻഡ് ജാം, ബ്രെഡും ജാമും, സ്കൂട്ടർ ആൻഡ് പെട്രോൾ, സ്കൂട്ടറും പെട്രോളും, ഷൂസ് ആൻഡ് ചപ്പൽസ്, ഷൂവും ചെരുപ്പും, എയർപ്ലെയിൻ ആൻഡ് ട്രെയിൻ, വിമാനവും തീവണ്ടിയും. ഇത്രയാണ് ഗുഡ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി ആൻസർ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. പ്രതിസ്ഥാപന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടി പോവാണ്. സിമ്പിൾ ആണ് അല്ലെ? എന്താണ് പ്രതിസ്ഥാപന വസ്തു എന്നെല്ലാം നമുക്കറിയാം. ഗുഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്ലേസ് ഓഫ് അതർ ഗുഡ്. ഒരു വസ്തുവിന്റെ പകരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് പ്രതിസ്ഥാപന വസ്തു എന്ന് പറയുന്നത്. ഏതൊക്കെയാ നോക്കിക്കേ. കോഫി ആൻഡ് ടീ, കോഫിയും ചായയും. ദെൻ ഷൂസ് ആൻഡ് ചപ്പൽസ്, ഷൂവും ചെരുപ്പും. ദെൻ എയർപ്ലെയിൻ ആൻഡ് ട്രെയിൻ അല്ലേ? വിമാനവും തീവണ്ടിയും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ഇവ 3 പ്രതിസ്ഥാപന വസ്തുക്കൾക്കുള്ള ഉദാഹരണങ്ങൾ. ദെൻ കോംപ്ലിമെന്ററി ഗുഡ്സ്, പൂരക വസ്തുക്കൾ. എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗെദർ. ഒരു സാധനം വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു സാധനം കൂടെ വാങ്ങേണ്ടിയിരിക്കുന്നു അല്ലേ? ഒന്നിന്റെ ഉപയോഗം നടക്കണമെങ്കിൽ വേറൊരു സാധനം കൂടെ വാങ്ങി ഉപയോഗിക്കേണ്ടതുണ്ട്. എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? പെൻ ആൻഡ് ഇങ്ക്, പേനയും മഷിയും. ബ്രെഡ് ആൻഡ് ജാം, സ്കൂട്ടർ ആൻഡ് പെട്രോൾ. ഓക്കെ, അപ്പോൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. 3 മാർക്ക് എല്ലാം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. 3 മാർക്കിനുള്ള അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. ദി പ്രൈസ് ഓഫ് എക്സ് ഫാൾസ് ഫ്രം ₹8 പെർ യൂണിറ്റ് ടു 6 ഫുൾ സ്റ്റോപ്പ്. കോൺസിക്വന്റ്ലി ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസ്ഡ് ഫ്രം 80 to 100 ഫുൾ സ്റ്റോപ്പ്. കാൽക്കുലേറ്റ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എക്സ് എന്ന വസ്തുവിന്റെ വില 8 രൂപയിൽ നിന്നും 6 രൂപയായി കുറഞ്ഞു ഫുൾ സ്റ്റോപ്പ്. അതിന്റെ ഫലമായി ചോദനം 80 നിന്ന് 100 വർദ്ധിക്കുന്നു അല്ലെങ്കിൽ 100 കൂടി ഫുൾ സ്റ്റോപ്പ്. എങ്കിൽ ചോദനത്തിന്റെ വില ഇലാസ്തികത കണക്കാക്കുക. ED അല്ലെ? ചോദനത്തിന്റെ വില ഇലാസ്തികത കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചോദ്യം എന്താണ്? വില 8 രൂപയിൽ നിന്നും 6 രൂപയായിട്ട് കുറഞ്ഞു. പ്രൈസ് ഡിക്രീസ്ഡ് ഫ്രം ₹8 to 6. അതിന്റെ റിസൾട്ട് ആയിട്ട്, അതിന്റെ ഫലമായിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 80 നിന്ന് 100 വർദ്ധിച്ചു അല്ലെ? വില കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. വെൻ പ്രൈസ് ഡിക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. വിലയും ചോദനം ചെയ്യുന്ന അളവും തമ്മിൽ വിപരീത ബന്ധമാണുള്ളത് അല്ലെ? നെഗറ്റീവ് റിലേഷൻ ആണുള്ളത്. എല്ലാം നമുക്കറിയാം. ഇനി ഇതിൽ നിന്നും ചോദനത്തിന്റെ വില ഇലാസ്തികത, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ എന്തായിരുന്നു? അത് ആദ്യം ഓർമ്മ വേണം. യെസ്, ED ഈക്വൽ ടു ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു P ഡിവൈഡഡ് ബൈ Q. അറിയാലോ, അതാണ് ഇക്വേഷൻ. ഇനി അതിൽ ഓരോ വേരിയബിൾസും എന്താണെന്ന് നമുക്കറിയാം. അത് എത്രയാണ് അതിൻ്റെ വാല്യൂ, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ Q എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള മാറ്റമാണ്. ഡെൽറ്റ ചേഞ്ചസ് ആണ്, മാർജിനൽ ആണ് അല്ലേ? 80 100 വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ വ്യത്യാസം എത്രയാ? 100 മൈനസ് 80 20 ഡെൽറ്റ Q 20. ദെൻ ഡെൽറ്റ P പ്രൈസിലുണ്ടായ മാറ്റം, വിലയിലുണ്ടായ മാറ്റം എത്രയാ? 8 രൂപയിൽ നിന്ന് 6 രൂപയായിട്ട് കുറഞ്ഞു. 8 മൈനസ് 6 2. ദെൻ P എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ്, ഒന്നാമത്തെ വില എത്രയാണ്? 8. ദെൻ Q എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഒന്നാമത്തെ ചോദനം ചെയ്യപ്പെട്ട അളവ് എത്രയാ? 80 ആണല്ലോ. അത്രയാണ് കാര്യങ്ങൾ.
ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. എങ്ങനെ വരും? യെസ്, ഇ ഡി ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 80 അല്ലേ? 20/2 ഇൻറ്റു 8/80. 20 ഇൻറ്റു 8 എത്രയാ? 160 ആണ്. ദെൻ 2 ഇൻറ്റു 80 എത്രയാ? 160 ആണ്. 160 ഡിവൈഡഡ് ബൈ 160. ആൻസർ 1 ആണ്, 1 ആണ്. ഇ ഡി 1 ആണെങ്കിൽ അത് വിച്ച് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി, എന്ത് തരം വില ഇലാസ്തികതയാണ്? യെസ്, അതുകൂടെ അവിടെ എഴുതി വെക്കണം കേട്ടോ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ കിട്ടിയ ആൻസറിനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യണം. അത് എന്ത് തരം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് എന്ന് എഴുതി വെക്കണം. ഇ ഡി ഈക്വൽ ടു 1 ആണെങ്കിൽ ദാറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഏകാത്മക ഇലാസ്തിക ചോദനമാണ്. അതുകൂടെ അവിടെ എഴുതി വെക്കണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14, 3 മാർക്കിനുള്ള അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫാൾസ്, ശരിയോ തെറ്റോ എന്ന് എഴുതുക. താഴെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതുക. ഓക്കെ, തെറ്റാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഫാൾസ് മേക്ക് ഇറ്റ് കറക്റ്റ്. തെറ്റാണെങ്കിൽ, ഫാൾസ് ആണെങ്കിൽ അതിനെ ശരിയായിട്ട് എഴുതുക. ഓക്കെ, ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നു. ഫസ്റ്റ് വൺ, ദ ഡിമാൻഡ് കർവ് ഈസ് ജനറലി സ്ലോപ്പിംഗ് അപ്വേർഡ്. ചോദന വക്രം സാധാരണയായി താഴെ നിന്ന് മുകളിലേക്ക് ചരിഞ്ഞു പോകുന്ന ആകൃതിയാണ്. രണ്ടാമത്തേത് ശ്രദ്ധിച്ചോളൂ. ഡിമാൻഡ് ഫോർ കോസ്മെറ്റിക് ഈസ് ഇലാസ്റ്റിക്. സൗന്ദര്യവർദ്ധിത ഇനങ്ങളുടെ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധിത വസ്തുക്കളുടെ ചോദനം ഇലാസ്തികമാണ്. തേർഡ്, യൂട്ടിലിറ്റി ഈസ് വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കൊമോഡിറ്റി. ഉപയുക്തത എന്നാൽ ഒരു വസ്തുവിൻ്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള ശേഷിയാണ് അല്ലെങ്കിൽ കഴിവാണ്. വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കൊമോഡിറ്റി. ഓക്കെ, ആൻസർ നമുക്ക് അറിയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആ പ്രസ്താവന കറക്റ്റ് ആണോ അതോ ഇൻകറക്റ്റ് ആണോ? ട്രൂ ആണോ ഫാൾസ് ആണോ? എക്സാക്ട്ലി ഫാൾസ് ആണ്, തെറ്റാണ് അല്ലെ? ദ ഡിമാൻഡ് കർവ് ഈസ് ജനറലി സ്ലോപ്സ് ഡൗൺവേർഡ് അല്ലെ? സാധാരണയായി താഴേക്ക് ചരിഞ്ഞു നിൽക്കുന്ന വക്രമാണ് ചോദന വക്രം. എന്നാൽ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആണെന്നാണ് പറഞ്ഞത്. മുകളിലോട്ട് ചെരിഞ്ഞു നിൽക്കുന്ന വക്രമാണ് എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് ഡിമാൻഡ് കർവ് അല്ലെ? നമുക്കറിയുന്ന കാര്യമാണ്. വൺ വേർഡ് വരുന്ന ചോദ്യം കൂടെയാണ് കേട്ടോ. സിമ്പിൾ ആണ്, എന്നാലും പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു ഭാഗം കൂടെയാണ്. ഓർത്തു വെക്കണം, ഡിമാൻഡ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവാണ്, താഴേക്ക് ചരിഞ്ഞു നിൽക്കുന്ന വക്രമാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, ശരിയാണ് അല്ലെ? ഡിമാൻഡ് ഫോർ കോസ്മെറ്റിക് ഈസ് ഇലാസ്റ്റിക്. സൗന്ദര്യവർദ്ധിത വസ്തുക്കളുടെ ഇലാസ്തികത കൂടുതലാണ് അല്ലെ? കാരണം വിലയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനേക്കാൾ കൂടുതലാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ബിക്കോസ് എല്ലാവരും ബ്യൂട്ടി അതിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അതിനു വേണ്ടിയിട്ട് കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ? അതുകൊണ്ട് കോസ്മെറ്റിക് സാധനങ്ങളുടെ ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും, മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? യൂട്ടിലിറ്റി ഈസ് വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കൊമോഡിറ്റി ആണ് അല്ലെ? യൂട്ടിലിറ്റിയുടെ മീനിങ് തന്നെ അതായിരുന്നു. ഒരു വസ്തുവിന്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവ്, അതിനെയാണ് യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത എന്ന് പറയുന്നത്. ആണല്ലോ? സിമ്പിളായിട്ട് 3 കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് അല്ലെ? എക്സാക്ട്ലി ട്രൂ ആണ്, ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. 3 മാർക്കിനുള്ള അടുത്ത ചോദ്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ ഇൻഫീരിയർ ഗുഡ്സ്? ഗിവ് സം എക്സാമ്പിൾസ്. തരംതാണ വസ്തുക്കൾ എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തരംതാണ വസ്തുക്കൾക്കുള്ള കുറച്ച് ഉദാഹരണങ്ങൾ, എക്സാമ്പിളുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഫീരിയർ ഗുഡ്സ്, തരംതാണ വസ്തുക്കൾ എന്താണെന്ന് അതിന്റെ മീനിങ് നമുക്കറിയാം. എന്തായിരുന്നു? ഇൻഫീരിയർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വെൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ്, the demand for those goods decreases, and
when income of the consumer decreases, the demand for those goods increases. അല്ലേ? അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ചോദനം കുറയുകയും ഉപഭോക്താവിന്റെ വരുമാനം കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുകയും ചെയ്യുന്ന സാധനങ്ങളാണ് തരംതാണ വസ്തുക്കൾ. നമുക്കറിയാം, നമുക്ക് എങ്ങനെ പറയാം അത്? ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻ or indirect relationship between income of the consumer and demand for inferior goods. അല്ലെ? ഉപഭോക്താവിന്റെ വരുമാനവും തരംതാണ വസ്തുക്കളുടെ ചോദനവും തമ്മിൽ നെഗറ്റീവ് ബന്ധം അല്ലെങ്കിൽ നേരിട്ടല്ലാത്ത ബന്ധമാണ് ഉള്ളത്. ഒന്ന് കൂടിക്കഴിഞ്ഞാൽ മറ്റത് കുറയുന്നു. ക്ലിയർ ആണല്ലോ? അതായത് വരുമാനം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുന്നു, വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നു. ക്ലിയർ ആണല്ലോ? അതാണ് ഇൻഫീരിയർ ഗുഡ്സ്. എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? ലോ ക്വാളിറ്റി ഫുഡ് ഐറ്റംസ്, മേന്മ കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ. ദെൻ ലോ ക്വാളിറ്റി ക്ലോത്ത്സ്, മേന്മ കുറഞ്ഞ വസ്ത്രങ്ങൾ, എക്സെട്ര. ഇനി ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ആവർത്തിച്ച് കണ്ട് മനസ്സിലാക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും മടിക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.